അമ്മ പലപ്പോഴായി നിരവധി നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകുകയുണ്ടായി. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുമക്കളെ യേശുക്രിസ്തുവിന്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുവരിക. സർവ്വജനപദങ്ങളുടെയും നാഥയായ ഞാൻ നിങ്ങളെ എന്റെ പ്രാർത്ഥന പഠിപ്പിച്ചതുപോലെ അവരെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. നിങ്ങളുടെ മക്കളെ ഈ പ്രാർത്ഥന പഠിപ്പിക്കുക. നിങ്ങളുടെ മക്കളെ ബലിയിലേക്ക് ആനയിക്കുക. മകളെ, ശരിയായ മതപരമായ മനോഭാവത്തിലേക്ക് യുവാക്കളെ കൂട്ടിക്കൊണ്ടുവരിക. ലോകം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ജപമാല ചൊല്ലുക. ലോകം മുഴുവൻ, വലിയവനും ചെറിയവനും ധനവാനും ദരിദ്രനും കുരിശിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. വൈദികരോടും സന്യസ്തരോടുമായി അമ്മ പറഞ്ഞു, സഭയിൽ ഒരുപാട് മാറ്റങ്ങൾ വേണ്ടിയിരിക്കുന്നു. വൈദികരുടെ രൂപീകരണത്തിൽ വളരെ മാറ്റങ്ങൾ വരുത്തണം. ഈ കാലഘട്ടത്തിന് യോജിക്കും വിധം നല്ല അരൂപിയിൽ ആധുനിക രീതിയിൽ വൈദികരെ വാർത്തെടുക്കണം. എല്ലാ വൈദികരോടും സന്യസ്തരോടുമായി ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കരവേലകളും അപ്പസ്തലരുമാണ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ മുന്നിൽ നിൽക്കുന്നത് ബലഹീനതകളുള്ള മനുഷ്യ മക്കളാണെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളുടെ നാഥനും ഗുരുവുമായ യേശുക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറഞ്ഞു പ്രവർത്തിക്കുക. അവൻ നിങ്ങൾക്ക് മുൻപേ നടന്നു പോയിട്ടുണ്ട്, ദൈവമായും മനുഷ്യനായും. തിരുസഭയോട് അമ്മ ഇങ്ങനെ ഉണർത്തിച്ചു. തിരുസഭയ്ക്ക് ഇനിയും ധാരാളം അവസരങ്ങളുണ്ട്. ആധുനിക മാധ്യമ മാർഗങ്ങൾ റോം എന്തുകൊണ്ട് തേടുന്നില്ല? ആധുനിക രീതിയിൽ അവരെന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? ഈ ലോകത്തിന്റെ ആത്മാവിനെ ജയിക്കാൻ ആധുനിക മാർഗങ്ങൾ അവർ ഉപയോഗപ്പെടുത്തണം. ശരീരത്തെ ശ്രദ്ധിക്കാൻ മറ്റുള്ളവരുണ്ട്. ആത്മാവിനെ രക്ഷിക്കാൻ തിരുസഭ ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യകുലം ആത്മീയ രക്ഷയെ അന്വേഷിച്ച് അവിടെയും ഇവിടെയും പരക്കം പായുന്ന ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വലിയ അവസരമാണ് കൈവന്നിരിക്കുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല ഇനി നടക്കാൻ പോകുന്നത്, പ്രത്യുത ആത്മാവിനെതിരെയാണ്. തിരുസഭ വിട്ടുപോകുന്ന ഹതഭാഗ്യരായ വിശ്വാസികളോട് അമ്മ പറഞ്ഞു, വ്യാജ പ്രവാചകന്മാരെ ശ്രദ്ധിക്കരുത്. നിങ്ങളുടെ ഇടയന്മാരെ മാത്രം ശ്രവിക്കുക. നിങ്ങളുടെ മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കുക. സത്യ തിരുസഭയിൽ ഉൾപ്പെടാത്തവരെ ഉദ്ദേശിച്ചാണ് ഞാനിത് പറയുന്നത്. റോമിലെ തിരുസഭയിലെ വിശ്വാസികളെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അതിമഹത്തായ സൗഭാഗ്യത്തെക്കുറിച്ച് ജാഗ്രതയായിരിക്കുക. റോമിലെ സത്യ തിരുസഭയുടെ അംഗമായിരിക്കുക എന്നാൽ എത്രയോ മഹത്തരമായ ഭാഗ്യമാണെന്ന് നിങ്ങൾക്കറിയാമോ? അതിനനുസരിച്ച് ഉത്തരവാദിത്വത്തോടെ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ പക്കലേക്ക് ഉയർന്നു പോയതിനു മുൻപേ അവിടുന്ന് നിങ്ങൾക്ക് ഈ മഹാരഹസ്യം നൽകി. എല്ലാ ദിവസത്തെയും എല്ലാ വിനാഴികയിലെയും മഹാത്ഭുതം. ജനതകളെ, അതൊരാശയമല്ല, ഒരിക്കലുമല്ല. തന്നെയാണ് ചെറിയ അപ്പക്കഷ്ണത്തിന്റെ രൂപത്തിൽ, വീഞ്ഞിന്റെ രൂപത്തിൽ നൽകുന്നത്. ഇപ്രകാരമാണ് എന്നും നിങ്ങളുടെ ഇടയിൽ വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് സ്വീകരിക്കുക, ഭക്ഷിക്കുക. അവിടുന്ന് നിങ്ങൾക്ക് ഒരു മുന്നാസ്വാദനം നൽകുന്നു, നിത്യജീവിതത്തിന്റെ മുന്നാസ്വാദനം. ജനതകളെ, യേശുക്രിസ്തു നിങ്ങൾക്ക് തന്ന പ്രതിദിന അത്ഭുതത്തെ ഓർമ്മിക്കുക. എല്ലാ ദിവസവും അനുഭവിക്കാനാണ് അവിടുന്ന് അത് നിങ്ങൾക്ക് നൽകിയത്. നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന തിരുവചനം യാഥാർത്ഥ്യമാകും. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങളുടെ അമ്മ ജീവിതം എന്തെന്നറിഞ്ഞവളാണ്. നിങ്ങളുടെ അമ്മ ദുഃഖങ്ങൾ അനുഭവിച്ചവളാണ്. നിങ്ങളുടെ അമ്മ കുരിശെന്തെന്നറിഞ്ഞവളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഏതൊരവസ്ഥയിലൂടെയും നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് മുമ്പേ കടന്നുപോയവളാണ്. ഈ സഹനത്തിന്റെ വീഥിയിലൂടെ അവൾ നടന്നു നീങ്ങിയതാണ്. വരൂ, എന്നോടൊപ്പം വരൂ. അവൻ നിങ്ങൾക്ക് മുൻപേ പോയിട്ടുണ്ട്. അവൻ ഒറ്റയ്ക്കാണ്. ആരും അനുഗമിക്കാനില്ലാതെ ഏകനായി അവൻ ഭൂമിയിൽ നടക്കുന്നു. വരാനിരിക്കുന്ന
വലിയ വിപത്തിന്റെ ഒരു പ്രത്യേക നിമിഷത്തിൽ ലോകത്തിന്റെ നടുവിൽ ഈ കുരിശ് ഉയർന്നു നിൽക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാവരും കുരിശിലേക്ക് നോക്കേണ്ടതായി വരും. എല്ലാവരും കുരിശിലേക്ക് നോക്കട്ടെ. ഇപ്പോൾ തന്നെ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വലിയ വില കൊടുക്കണം. നോക്കൂ, ഈ ലോകത്തിലെ എല്ലാം കടന്നു പോകും, ഒന്നും അവശേഷിക്കുന്നില്ല. കുരിശ് മാത്രം വിജയിക്കുന്നു. നിങ്ങൾ ആ കുരിശ് കാണുന്നുണ്ടോ? മനുഷ്യവംശത്തെ കുരിശിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഈ ആധുനിക യുഗത്തിൽ അത്യന്താധുനിക ശാസ്ത്ര പുരോഗതിയുടെ നടുവിൽ ഈ എളിയ കുരിശിനെ മറക്കരുത്. ഇപ്പോൾ ലോകത്തിലെ സർവ്വജനതകളോടുമായി ഞാൻ പറയുന്നു, അപ്പസ്തോല ജനതകളെ, നിങ്ങളുടെ കർത്താവായ സൃഷ്ടാവിന്റെ മുമ്പിൽ മുട്ടുമടക്കുവിൻ, നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഈ ലോകത്തിന്റെ ശാസ്ത്രം നന്ദി എന്നത് മറന്നു കളയുന്നവരാക്കി ജനതകളെ മാറ്റിയിരിക്കുന്നു. അവർ അവരുടെ സൃഷ്ടാവിനെ അറിയുന്നില്ല. ജനതകളെ ഉണരുക, നിങ്ങളുടെ സൃഷ്ടാവിന്റെ മുമ്പിൽ വിനയത്തോടെ കുമ്പിടുക. കരുണയ്ക്കായി യാചിക്കുക, അവിടുന്ന് കരുണാമയനാണ്. അസത്യാരൂപി ഈ ലോകം ഭരിക്കുന്നു. ആധുനിക പാഷണ്ഡത, ഹ്യൂമനിസം, നിരീശ്വരവാദം, ആധുനിക സോഷ്യലിസം, കമ്മ്യൂണിസം എന്നിവയാണ് ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവ മാത്രമല്ല, വേറെയും അന്ധകാര ശക്തികൾ ലോകത്തെ ഭീഷണിപ്പെടുത്തുന്നു. ആധുനിക യുഗത്തിലെ നിങ്ങൾക്ക് വേണ്ടി കൂടിയും ഒരിക്കൽ ജീവൻ ഹോമിച്ച അതേ കർത്താവ് തന്നെയാണ് എന്നെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനായി അയച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ജനതകളെ, നിങ്ങൾ ആരായിരുന്നാലും എന്തായിരുന്നാലും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവിന്റെ പക്കലേക്ക് തിരിയുക. നിങ്ങൾ എവിടെയായാലും അവിടുത്തെ കണ്ടെത്താൻ പഠിക്കുക. നിങ്ങളുടെ അഭിഭാഷകയായിരിക്കാൻ സർവ്വജനപദങ്ങളുടെ നാഥയോട് ആവശ്യപ്പെടുക. അവർ തങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആവശ്യങ്ങളുമായി വരട്ടെ. നാഥ ഇവിടെയുണ്ട്, അവൾ അവരെ സഹായിക്കും. നിങ്ങളെല്ലാവരും ആരോ എന്തോ ആയിക്കൊള്ളട്ടെ, സത്യപരിശുദ്ധാത്മാവ് വരാൻ അപേക്ഷിക്കുക. ഇതെന്താണെന്ന് നീ അത്ഭുതപ്പെടുകയായിരിക്കും. ഭൂമിയിൽ മഞ്ഞു വീഴുന്നത് നീ കണ്ടതുപോലെ, കനത്ത മഞ്ഞിൻ പാളികൾ ഭൂമിയിൽ ഉരുകി അലിഞ്ഞു ചേർന്നതുപോലെ ഈ പ്രാർത്ഥനയും ചിത്രവും ഭൂതലം മുഴുവൻ പ്രചരിക്കും. അത് എല്ലാ ജനപദങ്ങളുടെയും ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങും. മഞ്ഞ് നിലത്ത് വീണുരുകിയതുപോലെ ഈ പ്രാർത്ഥന ദിവസവും ചൊല്ലുന്നവരുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കടന്നുവരും. കാരണം അവർ ആവശ്യപ്പെടുന്നത് പരിശുദ്ധാത്മാവ് ലോകമാസകലം കടന്നു വരാനാണ്. അങ്ങോട്ട് നോക്കൂ, എന്തു പറ്റി? പരിശുദ്ധ അമ്മ ഈടയോട് വിട പറയുന്ന ദിവസം അതിമനോഹരമായ കിരീടം ധരിച്ച് അമ്മ പ്രത്യക്ഷപ്പെട്ടു. പ്രായശ്ചിത്തം ചെയ്യുക. അന്ന് അത്ഭുതകരമായ അനേകം ദർശനങ്ങൾ നൽകപ്പെടുകയുണ്ടായി. ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരെ ആശീർവദിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, ദൈവസന്നിധിയിൽ പരിഹാരം ചെയ്യുക. തിരുവോസ്തിയുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന യേശുവിനെയും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും അമ്മ ഈടയ്ക്ക് കാണിച്ചു കൊടുത്തു. ആരെന്നെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നുവോ അവൻ നിത്യജീവൻ കരസ്ഥമാക്കുകയും
സത്യാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്യും. ഞാൻ പോകട്ടെ, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. ഈടയ്ക്ക് ലഭിച്ച ആദ്യ ദർശനത്തിനു ശേഷം സുദീർഘമായ കാത്തിരിപ്പിനൊടുവിൽ 50 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് 1996 മെയ് 31 മാതാവിനെ സർവ്വജനപദങ്ങളുടെയും നാഥ എന്ന പുതിയ പേരിൽ പരസ്യമായി വണങ്ങുന്നതിന് സഭാധികാരികൾ അനുവാദം നൽകിയത്. മാതാവ് പറഞ്ഞിരുന്നതുപോലെ മാതാവിന്റെ ചിത്രത്തിനു മുന്നിൽ മാതാവ് നൽകിയ പ്രാർത്ഥന ചൊല്ലുന്നത് കാണുവാനുള്ള സൗഭാഗ്യം ഈടയ്ക്ക് ലഭിച്ചു. ഈടയ്ക്ക് അപ്പോൾ 90 വയസ്സായിരുന്നു. പിന്നീട് ഈടയുടെ ആരോഗ്യം പെട്ടെന്ന് ക്ഷയിക്കുകയും ആ വർഷം തന്നെ ജൂൺ 17 അസഹന ജീവിതത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്തു. ഇന്ന് ലോകത്തിലെ അനേകം രാജ്യങ്ങളിൽ ഈ ചിത്രവും പ്രാർത്ഥനയും അതിവേഗം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ 11 ഭാഷകളടക്കം ലോകത്തിലെ 60-ൽ പരം ഭാഷകളിൽ ഈ പ്രാർത്ഥന പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു അൽമായ മരിയൻ വേദശാസ്ത്രജ്ഞനായ മാർക്ക് മിറവില്ലിന്റെ നേതൃത്വത്തിലുള്ള വോക്സ് പോപ്പുലി എന്ന പ്രസ്ഥാനത്തിന്റെ ശ്രമഫലമായി 40-ലേറെ കർദിനാൾമാരും 1000-ലേറെ മെത്രാന്മാരും 50 ലക്ഷത്തിലേറെ വിശ്വാസികളും 5-ാം മരിയൻ വിശ്വാസ സത്യത്തിനു വേണ്ടി ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് അപേക്ഷകൾ അയച്ചു. ഈ അടുത്ത കാലത്ത് മാർ വർക്കി വിധേയത്തിൽ കർദിനാൾ ടോപ്പോ എന്നീ ഇന്ത്യയിലെ കർദിനാൾമാരടക്കം 5 കർദിനാൾമാർ ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്ക് ഈ വിശ്വാസ സത്യം പ്രഖ്യാപിക്കണമെന്ന് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് അഭിമന്യ സൂസൈപാക്യം മെത്രാപ്പോലിത്ത ഉൾപ്പെടെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അനേകം മെത്രാന്മാരും വൈദികരും ഇവയിൽ പങ്കെടുത്തിട്ടുണ്ട്. 7ാമത്തെ അന്താരാഷ്ട്ര പ്രാർത്ഥനാ ദിനത്തിൽ മെസോലൻസ് ഇന്ത്യയുടെ പ്രസിഡന്റ് ശ്രീ തോമസ് ചാക്കോയും കുടുംബവും സംബന്ധിക്കുകയുണ്ടായി. 1996 ആംസ്റ്റർഡാമിലെ ഫൗണ്ടേഷനിൽ നിന്നും ശ്രീ പീറ്ററും മൈക്കിളും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഈ പ്രാർത്ഥനയും ചിത്രവും പ്രചരിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ പ്രചരണത്തിനായി മെസഞ്ചേഴ്സ് ഓഫ് ദി ലേഡി ഓഫ് ഓൾ നേഷൻസ് മെസോലാൻസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ആംസ്റ്റർഡാം പ്രതിനിധികളായ ശ്രീ പീറ്ററിന്റെയും മൈക്കിളിന്റെയും സാന്നിധ്യത്തിൽ 1996 ഡിസംബറിൽ ആരംഭിച്ച ഈ അൽമായ സംഘടന തിരുവനന്തപുരം കാർമൽ ഹിൽ OCD ആശ്രമത്തോടനുബന്ധിച്ച് ഫാദർ സക്രിയാസ് വരിക്കാമാക്കൽ OCDയുടെ ആത്മീയ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ ഫിലിമിന്റെ ദൈവീക രക്ഷാധികാരികൾ വിശുദ്ധ അന്തോണീസ്, വിശുദ്ധ അൽഫോൻസ.